അപ്പോൾ നമ്മുടെ എറണാകുളത്തെ ചായ കപ്പിൾസ് വൈറലാക്കിയ ബൺ മസ്ക ആൻഡ് ഇറാനി ചായ അതാണ് ഞങ്ങളിന്നിവിടെ ട്രൈ ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് ഒരു ട്രൈ ആണ്. അതായത് ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്ന ഐറ്റംസ്, ജർമ്മനിയിൽ റവയെന്ന് പറഞ്ഞ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച സംഭവങ്ങളാണ്. ഇവിടുത്തെ ഒരു ബട്ടർ, കണ്ടൻസ്ഡ് മിൽക്ക്, പിന്നെ ഇവിടെ ഈ ഒരു ടൈപ്പ് ബണ്ണ് കിട്ടിയിട്ടുണ്ട്. അതായത് കണ്ടോ, മിൽഷ് ബ്രോച്ച് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് ഏകദേശം റൗണ്ടിലുള്ളതാണ്. നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതൊക്കെ. പിന്നെ ചായക്ക് വേണ്ട കാര്യങ്ങൾ പട്ട, ഗ്രാമ്പു, അതുപോലെ തന്നെ കുറച്ച് ഏലക്ക, ഒരു സ്റ്റാർ അനൈസ്. ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിൽ ഇതെല്ലാം കൂടെ ഇട്ട് ഒന്ന് തിളപ്പിക്കണം. നല്ലപോലെ ബോയിൽ ചെയ്യണം. അപ്പോൾ തിളച്ചിട്ടുണ്ട്. പക്ഷെ നമുക്കിത് സിമ്മാക്കിയിട്ട് ഒരു 10 മിനിറ്റ് വയ്ക്കാം. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 250 ഗ്രാം ബട്ടർ ഉണ്ട്. അതിൽ നമുക്കൊരു 50-60 ഗ്രാം മതിയാവും. അപ്പോൾ അത്രയും ബട്ടർ എടുക്കുന്നുണ്ട്. ഇത് നമുക്കൊരു റൂം ടെമ്പറേച്ചറിലേക്ക് ആക്കിയെടുക്കണം. അപ്പം നമുക്ക് തണുപ്പിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് മൈക്രോവേവിൽ വെച്ച് ഒന്ന് ഹീറ്റ് ചെയ്തെടുക്കാം. മൈക്രോവേവ് ചെയ്ത ബട്ടർ ഏകദേശം ഈ ഒരു രീതിയിലായിരിക്കുന്നത്. നമുക്കിനി നെക്സ്റ്റ് ചെയ്യേണ്ടത് കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ഇതിലേക്ക് 1/3 കപ്പ്, ഏകദേശം ഈ ഒരു എമൗണ്ട് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ഏലക്ക ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്തെടുക്കാം. ഏലക്കാൻ്റെ പൊടി നമുക്കിങ്ങനെ കിട്ടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ഫ്ലേവറിന് വേണ്ടി ഒരു സിന്നമൻ്റെ പൗഡറും കൂടെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാം. കുറച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എക്സ്ക്യൂസ് മീ, ഒരു സാധനം മറന്നുപോയി. കുറച്ച് ഉപ്പ്, ഇത്രയെങ്കിലും ഉപ്പ് ഇടാം, കുറച്ചിടാം. ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് നിർത്താം. അപ്പോൾ നമ്മളുടെ മിക്സ്ചർ ഏകദേശം ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇത് ഞാനൊന്ന് അരിച്ചൊഴിക്കാൻ പോവുകയാണേ. ഈ സാധനങ്ങൾ നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് പാലൊഴിക്കാം. അപ്പോൾ നമുക്ക് ഈ ബ്രെഡ് ഒന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ട് അതിൽ നമുക്ക് ഫില്ല് ചെയ്യാം. കട്ട് ചെയ്യുന്ന കുറച്ച് സീനാണ്. കട്ട് ചെയ്ത് തേക്കാൻ പറ്റില്ലല്ലോ. കട്ട് ചെയ്യുമ്പോൾ പൊടിഞ്ഞു പോകണം ഗൈസ്. ഈ ബ്രെഡ് അത്ര കൊള്ളില്ല. കൊള്ളാം, പക്ഷെ ഭയങ്കര സോഫ്റ്റ്നെസ് കൂടിപ്പോയി. ജസ്റ്റ് ഓക്കെ, ഏകദേശം നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ചെറുതായി ബട്ടർ ചൂടാക്കി ബ്രെഡ് നമുക്കൊന്ന് ടോസ്റ്റ് ചെയ്യാം. അത് ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഒരെണ്ണം വയ്ക്കാനുള്ള സ്ഥലമില്ല നമുക്ക് അവിടെ വേണ്ടിയിട്ട്. അപ്പോൾ പാൽ ഏകദേശം തിളയ്ക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. നമുക്ക് കുറച്ച് വേറെ ചായപ്പൊടിയൊന്നും ഇല്ല, ഈ ചായപ്പൊടി തന്നെ ഇടാം. നല്ല ഇരുന്നോട്ടാൻ പൊടി കുറച്ചിട്ട്. അപ്പോൾ നമ്മുടെ ചായ തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇത് നമ്മൾ ആദ്യം തയ്യാറാക്കിയ ബേസ് നമുക്ക് കുറച്ച് ഒഴിക്കാം. ചെറുതായിട്ട് മതി. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മണ്ടയിലേക്ക് ഇത് ആദ്യം ഒരു ബേസ് ഒഴിച്ചു. ഇനി നമുക്ക് അടുത്ത് ഒഴിക്കേണ്ട നമ്മളുടെ ചായ. അതൊരു 3/4 ഒഴിച്ചു. ഇനി നമുക്ക് അടുത്തത് ഒഴിക്കേണ്ടത് നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക്. വേണ്ട, അത് നമുക്ക് കുറച്ച് ഒഴിക്കാം. നമ്മൾ അവിടെ കുറച്ച് മധുരം നമുക്കിവിടെ ബാലൻസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് ലൈറ്റായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കാണാൻ പറ്റുന്നില്ല, നല്ലൊരു ക്രീമി ആയിട്ട് വരും. ഓക്കെ, ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്ത ബ്രെഡിലേക്ക് നമ്മുടെ ബട്ടർ അങ്ങ് തേച്ച് കൊടുക്കാം.
വാ, കാണുമ്പോൾ തന്നെ കൊടിയാവും. ചെക്ക് ചെക്ക് ചെക്ക്. ഓക്കെ, ഒരെണ്ണം മതി. ഇതിങ്ങനെ ക്ലോസ് ചെയ്തിട്ട് ആവശ്യത്തിന് സൈഡിൽ കൂടെ ഉണ്ട്, എന്നാലും നമുക്കൊരു ഇതിന് വേണ്ടി സിങ്ങിനൊന്ന് തേച്ച് കൊടുക്കാം. ഇതാണല്ലോ അതിൻ്റെ ഒരു രീതി. അപ്പോൾ ബൺ മസ്ക റെഡി. അപ്പോൾ നമ്മുടെ ചായ ഓൾസോ റെഡിയാണ്. അപ്പോൾ ഇത് കഴിക്കാൻ വേണ്ടി നമുക്കൊന്നൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. പുള്ളിക്കാരനെ നമുക്ക് വിളിക്കാം. കമാൺ. സാഗർ എലിയാസ് ജാക്കിയാണ് നമ്മൾ. വരും, ശ്രീനിയും കൂടെ വന്നു. ചായ കുറച്ച് തണുത്തുണ്ടാവും, കുഴപ്പമില്ല. ചൂടൊക്കെ ഉണ്ടല്ലോ, കൈ പിടിക്കുമ്പോ തന്നെ ഒരു ഫീലൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളി. ഇവിടെ ഒരാളും കൂടെ ഉണ്ട്. ഇത്ര സിമ്പിൾ ആയിട്ട് ചായ ഉണ്ടാക്കാന്ന് പറയത്തില്ല. എങ്ങനെയുണ്ട് എക്സ്പ്രഷൻ? ഇടും സംഭവം ഒന്ന് കാണിച്ചേ. അടിപൊളി കേട്ടോ, ഭയങ്കര ക്രീമി. ചായയിൽ മുക്കി എടുക്കുന്നതാണ് അതിന്റെ ഒരു സ്പെഷ്യൽ. പിന്നെ ചായയുടെ ഗ്ലാസ് കുറച്ച് ഇതായി. പൊളി, അടിപൊളി സാധനമാണല്ലോ. അടിപൊളിയാണോ? വീട്ടിലേക്ക് പാഴ്സൽ വേണോ? മീശുള്ളവർക്ക് കഴിക്കാൻ ഇച്ചിരി പാടായിരിക്കുന്നുള്ളൂ. ബാക്കി കുഴപ്പമൊന്നുമില്ല. ഭയങ്കര കിടു കേട്ടോ, ഭയങ്കര ബട്ടറി ഫീല്. ഞാനും കൂടെ കഴിച്ചോട്ടെ. എനിക്കത് ശ്രീനിയുടെ എക്സ്പ്രഷൻ കിട്ടണം. ശ്രീനിക്ക് ഞാൻ തരാം. വെയിറ്റ് വേണ്ട വെയിറ്റ്, ഞാൻ ശ്രീനിക്ക് കൂടെ ഒന്നും ഉണ്ടാക്കട്ടെ. അപ്പൊ ഷെയർ ചെയ്യാം നമുക്ക് ചായ. ഇതിൽ ചായ മുക്കാൻ പറ്റുന്നില്ല. ഞാന് വെറുതെ ആണോ വയറലായത്? വെറുതെ വയറലായത്. അടിപൊളി, ഇഷ്ടപ്പെട്ടു, സൂപ്പറാണ്. ഗൈസ്, നിങ്ങളിത് കഴിച്ചിരിക്കണം കേട്ടോ. ഇത് ബൺ മസ്കയും ഇറാനി ചായയും, ഇതൊരു കില്ലാടി തന്നെ, പൊളിക്കും. നമുക്ക് റവയിൽ കിട്ടുന്ന സാധനങ്ങൾ വെച്ച് നമുക്ക് ഇവിടെ ഒന്ന് ട്രൈ ചെയ്യാം. ചായ എല്ലാം ഒറ്റി പോകുന്നുണ്ട്. ബൺ മസ്ക് ഇനി ജർമ്മനിയിലോ പോലോ അതായത് ബട്ടർ അവിടെ ഇരിക്കുന്നു. ഇതിന്റെ കലോറി ബേൺ ചെയ്യാനായിട്ട് നാളെ നമ്മൾ ജിമ്മിൽ പോയി അത്യാവശ്യം കഷ്ടപ്പെടേണ്ടി വരും. ഇതിന്റെ കലോറി ബേൺ ചെയ്യാൻ ഒരാഴ്ച നമ്മൾ ഭക്ഷണമൊന്നും കഴിക്കാതെ. എന്റെ പൊന്നെ നല്ല ടേസ്റ്റ്. കാര്യം പറ്റേ ആ ചായ നല്ലപോലെ തിളപ്പിച്ച് നമുക്ക് ആ സത്യം പറഞ്ഞു ഇത്ര മധുരം കഴിക്കും. ഈ സംഭവം ഏകദേശം കലയായിട്ടുണ്ട്. അത് ആക്ച്വലി ചായ വേണമെന്നില്ല. ഇത് കുറച്ച് കൂടുതൽ ക്രിസ്പി ആയി. പക്ഷെ ഈ ക്രിസ്പി ആയത് കഴിച്ചു നോക്കാം. കേട്ടോ, ക്രിസ്പി വേണം. പക്ഷെ ക്രിസ്പി ഭയങ്കര ടേസ്റ്റാണ്. ഞാനൊരു കാര്യം ചെയ്യാം, ബാക്കിയുള്ള ബട്ടറും കൂടെ ചേർത്തിട്ട് ഒരു പാക്കറ്റ് ബണ്ണും കൂടി ഉണ്ട്. അയ്യോ, ഇനിയിപ്പോ ഉണ്ടാക്കണ്ട, അത് ധാരാളം. അതെ, പോട്ടെ. അല്ല, ഒന്ന് മാത്രം കഴിച്ചാൽ മതിയോ?
അത് തന്നൂടാ. ഞാൻ സത്യം പറയട്ടെ, ഞാൻ ശരിക്കും ഫുഡ് ഒത്തിരി കഴിച്ചിട്ടാ വന്നേ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ ഫുഡ് എന്ന് പറഞ്ഞപ്പോഴേക്കും അയ്യോ ഒന്ന് വെച്ചത്. എന്താ ഇവിടെ ഇങ്ങനെ സൗണ്ട് വെച്ച് സംസാരിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നതാ, കൊച്ചുറങ്ങാണ്. അപ്പോൾ ബൈ ബൈ ഗായ്സ്, സൂപ്പർ റെസിപ്പി ആയിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എന്തെങ്കിലും പുതിയ റെസിപ്പി ആയിട്ട്. ഓക്കെ ബൈ.